ഹലോ ഗായ്സ്, നമ്മൾ അല്ലനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിരിക്കുന്നു. ജൂലിയസ് ഉണ്ട്. രാവിലെ ഇപ്പം സമയം 9:15. 8:50 ക്ലാസ്സിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുക്കൊന്നും എടുത്തു ഞാൻ ഒരു ബുക്ക് എടുത്തു. എടുത്താ നമ്മളെ റിക്ഷ കാരണം कितने 50 देना 40 में जाएगा. नहीं भैया जाएगा. ठीक है भैया. എനിക്ക് ഫോഗ് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അത്യാവശ്യം ജനുവരിയിലൊക്കെ എത്തുമ്പോൾ ഭയങ്കര പീക്ക് തണുപ്പാണ് ഇവിടെ. ഈ കാണുന്ന കോളേജാണ് രാംദാസ് കോളേജ്. ഹിന്ദു കോളേജിന്റെ തൊട്ടടുത്ത് വരുന്നൊരു മറ്റൊരു കോളേജാണ്. ഇതാണ് നമ്മുടെ കോളേജ്. ഞാൻ ID കാർഡ് എടുത്തിട്ടില്ല. എങ്ങനെ കയറാൻ നോക്കാം. കോളേജിനുള്ളിൽ കയറിയിട്ടുണ്ട്. അല്ലനക്കര നോട്ട് ബുക്ക് വാങ്ങാൻ പോയിട്ടുണ്ട്. നോട്ട് ബുക്ക് വാങ്ങാൻ വിചാരിച്ചു. ജൂലിയസ് ജോൺ ഇവിടെ ഉണ്ട്. ഒരുമിച്ചിരിക്കണം. അവിടെ പോയിട്ട് മാറിയിരിക്കും. സ്ഥലം കൂടെ വേണ്ടടാ. ഇതാണ് നമ്മുടെ കോളേജിന്റെ ഫ്രണ്ട് വ്യൂ. ഇതാണ് സെക്കൻഡ് ഗേറ്റ്. ഇത് എപ്പോഴും ഓപ്പൺ ആയിരിക്കില്ല. ഫസ്റ്റ് ഗേറ്റും 4 ഗേറ്റും മാത്രമേ ഓപ്പൺ ആയിരിക്കൂ. അയ്യോ, ഇതാണ് ഓഫീസ് എൻട്രി, ഓഫീസ് ഭാഗങ്ങൾ. ഇവിടെ സംഗനേറി ഓഡിറ്റോറിയം. ക്ലാസ് റൂം ഇപ്പോൾ നമുക്ക് ലാബാണുള്ളത്. അത് അവിടെ എവിടെയാണുള്ളത്. നമുക്ക് തന്നെ എൻ്ററിലോട്ട് കിടക്കാം. ഇല്ല എന്തെങ്കിലും പറയണ്ടോ? സുഹൃത്തുക്കളെ, സാറ് വന്നിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് എങ്ങനെ കയറാൻ നോക്കാം. ക്ലാസ്സിൽ കയറാൻ എൻട്രി അനുവദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്യാൻറ്റീനിൽ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. ഇതാണ് ഗൈസ് ക്യാൻറ്റീൻ. ദിസ് അവർ ക്യാൻറ്റീൻ. TV ഒക്കെ വന്നിട്ടുണ്ട്. ജൂലിയസ്, യെസ്, ജൂലിയസിനെ കണ്ടു ഗൈസ്. ജൂലിയസ് ക്ലാസ്സും കട്ടി ഒറ്റയ്ക്ക് വന്ന് തിന്നുന്ന കണ്ടു ഗൈസ്. ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സമയം എന്താ? ഇപ്പോഴാണ് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഗൈസ്. കോളേജിൽ സ്ഥാപിച്ചിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി പ്രിയ ശ്രീ മോദിജിക്ക് ഒപ്പം നമ്മുടെ സാന്ദ്ര ഒപ്പം ഉണ്ട്. ക്ലാസ്സിലോട്ട് തിരിച്ചു പോവാം. അപ്പൊ ക്ലാസ് കഴിഞ്ഞു. പ്രണത, നിന്നെ കാണിക്കാൻ മേലുള്ള ലോകം ഓർമ്മ. ഇതാണ് പ്രണത ഔട്ട്ഫിറ്റ്. This is my വെളിച്ചനടിക്കൽ. ഇതിന് തണുത്തന ഓക്കെ 250 ഉണ്ടാവും നാട്ടിൽ നിന്ന് ആയിരുന്നെക്കൊണ്ട്. ഇത് എന്റെ കസിനിക്ക് ഫ്രീ ആയി തന്ന ഈ ഡ്രസ്. ഇത് ഓക്ക് പാകാവാത്ത ഓടി ചെരുപ്പ്. ഇതിന് 40 റുപ്യ. 10 റുപ്യ എന്റെ അടുത്ത് ഡയമണ്ട്. ഇതെനിക്കൊരു 180 റുപ്യ ഉണ്ടാവും. മീഷോന്ന് മേടിച്ചതാണ്. ഇത് 450 റുപ്യ സർവീസ് വരും. ശരിക്കും 450 റുപ്യാണ്. അപ്പൊ ടോട്ടൽ എത്ര? ഒരു 500 റുപ്യന്റെ അടി. ഞാൻ മാത്രമേ ഇവിടെ ആംഫി തിയേറ്ററിൽ എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നു.
എക്സ്ക്യൂസ് മീ രാഹുൽ, ഇവിടെ എന്താ പരിപാടി? ഡ്രോ സംതിങ് ആർക്കും പറ്റൂ? ഓക്കെ. ഇതിലുള്ള സാധനോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ബ്രഷോ? മ്യൂസിക് ഒക്കെ ഉണ്ട് ഗൈസ്. മായം പൊളിച്ചു നിൽക്കുന്ന ജൂലിയസ്, നിങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. ആമി എന്താ വരയ്ക്കുന്നത്? ഞാനോ എന്തൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ? ഓ സീൻ സാധനങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. മിസൈലാണത്. ഓക്കെ. ആമി took it serious. എന്താ നല്ല രസമല്ലേ ഗൈസ്? പാന്റില് ചുവപ്പ് കളറാ, ഇനിയിപ്പോ അത് രാഹുല് മുഖത്ത് ഫേസ് പെയിന്റിങ് ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞോ സീരിയസ്ലി പാലസ്തീൻ യുദ്ധഭൂമി ഡ്രോയിങ്. അതിനിടെ കൂടെ മഴ പെയ്യുന്നു. യോ മഴ പെയ്തു. അത് കൈ പിടിച്ചോ, അത് അവൾ എടുക്ക. ആമി ഗിഫ്റ്റ് ആയിട്ട് വെച്ചോ. മഴ പെയ്തു. അയ്യോ അല്ല കൂട്ടുകാരെ, നമ്മൾ ഓടുകയാണ്. അടിച്ചൊക്കെ വീഴുന്നു ചിലവര്. എല്ലാവരും അക്കാദമിക് ബ്ലോക്കിലോട്ട് ഓടുമ്പോൾ അവിടെ സ്ഥലം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മള് ക്യാൻറ്റീനിലോട്ട് അതിൻ്റെ മാസ്മരിക പെയിന്റിങ്ങും പിടിച്ച് പോവാണ്. ഓക്കെ, അലൻ ഫ്രീ പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്ററിന്റെ മുകളിൽ വേറൊരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. അലൻ്റെ സ്വന്തം പെയിന്റിങ്. സമയം ഉച്ച 2 മണി. എഗ് ഫ്രൈഡ് റൈസ്, അഗൈൻ ഫ്രഞ്ച് ഫ്രൈസ്, എഗ് ഫ്രൈഡ് റൈസ്, ചോലെ ചാവൽ. അലൻ വർക്ക് ചെയ്തോണ്ടിരിക്കാണ്, പ്രൊഡക്റ്റീവ് ആവാണ്. ജൂലിയസ് എന്തെങ്കിലും പറയാനോ? ഞാനും വർക്ക് ചെയ്തോണ്ടിരിക്കാണ്. സമയം 2:45. ഇന്ന് ഉച്ചയ്ക്ക് 2:45 കൂടെ ഒരു ക്ലാസ് ഉണ്ട്, 4:50 വരെ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞു. ഞാനും വ്ളോഗിങ് തുടങ്ങിയാക്കിയില്ലേ. എന്തെങ്കിലും ജോലി ഇല്ലാത്തവർക്കൊക്കെ നല്ലത്. ഇത് നമ്മുടെ ഫിസിക്സ് കിട്ടാൻ പോണില്ല, മനസ്സിലായി. ഇപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ക്ലാസ്സിലാണുള്ളത്. എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മുടെ ഹിമാൻഷു മാമാണ്. മാം നമുക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ബ്രേക്ക് തന്നിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞു ഗൈസ്. മഴ പെയ്തു. ഇനി നമ്മളെങ്ങനെ പോകുന്ന അറിയില്ല. നമുക്ക് നടന്ന് പോവാം, മഴയത്ത് പോവാം. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഏകദേശം അന്ത്യത്തിരിക്കുന്ന ഒരു മഴയോടുകൂടി നമുക്കിനി ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പിരിയാലേ. ഡൽഹിയിലെ രാത്രികൾ നമുക്ക് കാണാം. ഓക്കെ. സ്ട്രീറ്റ് ലൈറ്റിന്റെ മഞ്ഞ വെളിച്ചങ്ങൾ ഡൽഹിയിലെ മറ്റേ അന്തരീക്ഷത്തിൽ പടരുന്നത് നമുക്ക് കാണാം. അതെ. മഞ്ഞാമല്ലിക എത്തിയിരിക്കുന്നു. ഇന്ന് ഫുള്ള് നമ്മള് വ്ളോഗ് ചെയ്തു കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ഫുൾ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇല്ലല്ലോ. ഇല്ല, കുറവായിരിക്കും. നമ്മള് വിജയനഗരം എത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചൊരു മോമോസ് കഴിച്ചാലോ. ഡൽഹിയിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സ്നാക്കാണ് മോമോസ് പറയുന്നത്. അടിപൊളി സാധനമാണ്, എല്ലാരും മസ്റ്റ് ട്രൈ ചെയ്യണം അല്ലേ. പക്ഷെ നാട്ടിൽ എനിക്ക് തോന്നുന്നു 8 പീസിന് അല്ല 4 പീസിന് 80 രൂപയ്ക്കാ. ആ, ഇവിടെ നമ്മൾ വാങ്ങുന്നത് ഫ്രൈഡ് 60 രൂപയ്ക്ക് 12 പീസ് കിട്ടും. വിജയനഗർ ഇൻ റെയിനി ഡേയ്സ് സക്സ്. നമ്മളങ്ങനെ ഫാക്ടറി അരികിലെത്തിയിട്ടുണ്ട്. നമുക്കൊരു പാല് വാങ്ങി ചായ ഉണ്ടാക്കി കുടിക്കാം.
സമയം 6:45. നമ്മളെന്താ ചെയ്യുന്നത്? ബൂസ്റ്റ് കുടിക്കുന്നു. ബൂസ്റ്റ് കുടിക്കും. അതൊക്കെ വേണോ? ഷെയറിങ് ഈസ് കെയറിങ്. കഴിച്ചോ? ഞാൻ കഴിച്ചത് അവിടെ. ഷെയറിങ് ഈസ് കെയറിങ്. ഇത് ആക്ച്വലി മഞ്ഞയുടെ ഫ്ലാറ്റ് ആണ്. ഇതാണ് നമ്മുടെ മഞ്ഞയുടെ മാസ് വരിക. അപ്പൊ ഞാൻ വ്ളോഗിനെ പറ്റി കാര്യം അങ്ങ് മറന്നുപോയിരുന്നു. തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് കഞ്ഞി വെക്കാനുള്ള മടി കാരണം ഈ നേരം കൂടെ ഞങ്ങൾ സ്കിപ്പ് അടിച്ച് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. ദിസ് ഈസ് കാർത്തിക, ഫിസിക്സ് ഓണേഴ്സ്, 3rd year. ഡൽഹിയില് മലയാളീസൊക്കെ കുറെ ഉണ്ടായതുകൊണ്ട് മലയാളീസിന് വേണ്ടി ഒരു ബിരിയാണി കട ഉണ്ടാക്കി. അതാണ് ഈ മല്ലൂസ്. എങ്ങനെയുണ്ട് ഗൈസ്? നമ്മുടെ സ്വന്തം സ്ഥലമാണ്. ഇവിടെ മന്തി, നെയ്ച്ചോറ്, ബിരിയാണി എല്ലാം അവൈലബിൾ ആണ്. ഒരാളടുത്ത് നയാ പൈസ ഇല്ല. എന്നിട്ട് നമ്മൾ വാങ്ങാൻ തിന്നാൻ വന്നിരിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അതാണ്. വിശക്കുമ്പോൾ ഞങ്ങൾ അന്നദാത വേണം മല്ലുപെട്ട്. അതെ, 60 രൂപയ്ക്ക് ബിരിയാണി കിട്ടും. നല്ല അസല ബിരിയാണി. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോഴും ബിരിയാണി കിടത്താണ്. അപ്പം ഇവരിപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മ്ലേച്ഛന്മാർ. എന്നാലും ഈ വീഡിയോ കാണുമ്പോ കൊറേ ആയി പോലെ തോന്നില്ലേ? അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചു. എന്നിട്ട് നമ്മൾ വിചാരിച്ചൊന്ന് ചായ കുടിക്കാണ്. ചായയും കൂടെ കുടിച്ച് നമ്മളൊന്ന് സെറ്റ് ആവാൻ വിചാരിച്ചു അല്ലേ. അപ്പൊ ഒന്ന് നടന്ന് ചായ കുടിച്ചിട്ട് വരാം. എന്താണ് കോഫി? എന്താ പറഞ്ഞ? 3 ചായ 2 കോഫി. 4 കോഫി. ബിരിയാണിനേക്കാൾ എന്തൊരു ഭംഗിയല്ലേ? ഞാൻ മുടി കണ്ടിട്ടുണ്ട് ആൾക്കാര്. സമയം എത്ര? 10:30. ഒരു ചായ. നല്ല തണുപ്പാണ്. നല്ല മഴ പെയ്തിട്ടുണ്ട്. നിൽക്കുന്ന മറ്റൊരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എവിടെ നോക്കിയാലും നമ്മുടെ പശുവിനെ കാണാന്നുള്ളതാണ്. നല്ല നല്ല അടിപൊളി പശു. എന്താ വലിപ്പം! ആഹാ, നമുക്ക് ഇവിടെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലായോ ആ സൈസ്? എങ്ങനെയാണ് ഗൈസ്? മഴ പെയ്യുന്നുണ്ടല്ലോ. എന്താ മോനെ, നല്ല ചളിയാണ്. എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഈ വിജയനഗറിൽ മഴ പെയ്യുമ്പോൾ ആകെ ചാണകം കൊണ്ട് നിറയും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറെ പശുക്കളുണ്ട്. എടാ പോടാ. ഇതൊക്കെയാണ് ആൾക്കാർ അറിയേണ്ടത്. അതെ, വിജയനഗറിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. സത്യത്തിൽ നിന്ന് നമുക്കൊരിക്കലും ഒളിച്ചോടാൻ സാധിക്കില്ല. നമ്മള് ഫ്ലാറ്റിലെത്തിണ്ട്. നമ്മുടെ റൂംമേറ്റ് ആണ്. ഹലോ, ഹായ്. ഇപ്പൊ ഇവിടെ യൂനോ കളിക്കാൻ പോവുകയാണ്. എണ്ണി നോക്ക്. ഇവിടെ ഒരു പുതിയ ആളും കൂടെ ഉണ്ട്. എന്തൊക്കെയാ ചെയ്യുന്നു? യുവരാജ്, സേ ഹലോ. വ്ലോഗ് ഭായി. സമയം 11:30. യൂനോ കളിക്കാന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ ഇല്ല. ഞങ്ങൾ 3 ഇവിടെ. യുവരാജ് സിംഗിന് കളിക്കാൻ അറിയില്ല, അതുകൊണ്ട് Chandel. Okay. You can bet. I mean, if you are putting this card, the other person should take 4 cards and you can tell one color. You can choose the color. You can choose the color. You can prefer, Which you like. 2 cards and he has. Hello, hi. And also make sure if How many cards? 1. Only one. എന്തൊക്കെ നടക്കുന്നു? अरे अरे अभी पढ़ो. पच्चा means green, blue means नीला. നമ്മൾ 3 ജയിച്ചിരിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ അലൻ അക്കരയും ജൂലിയസ് ജോണും തമ്മിലുള്ള
നന്നായി കളിച്ചെങ്കിലും അപ്പൊ ഗൈസ് കളി കഴിഞ്ഞു, ഇന്നത്തെ വ്ലോഗും കഴിഞ്ഞു. അപ്പോ സൈനിങ് ഓഫ്, ബൈ.